നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത കാട്ടാന. തൃശൂർ അതിരപ്പിള്ളി 2 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ സ്വദേശികളായ സതീഷ്, അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘം പാറപ്പുറത്ത് കുടിൽ കെട്ടി വിശ്രമിക്കുന്നതിനിടെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വന്യജീവി ആക്രമണങ്ങളിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാർ നിസ്സംഗരാണെന്നും ഒരു ഉറപ്പും ജനങ്ങൾക്ക് നൽകാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിൽ നിന്ന് മലയോര ജനതയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മോൻസ് ജോസഫ് എം.എൽ.എ. പ്രതിപക്ഷ പാർട്ടികൾ വിഷയത്തിൽ നിരന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ടിട്ടും സർക്കാർ വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും എം.എൽ.എ. പറഞ്ഞു. ഇടുക്കി നേര്യമംഗലത്ത് KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഇടുക്കി കീരിത്തോട് സ്വദേശിനി അനീറ്റ ബെന്നിയാണ് മരിച്ചത്. അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കോട്ടയം ഏറ്റുമാനൂരിൽ പുഴയിൽ ചാടി അമ്മയും മക്കളും മരിച്ചു. പാലാ മുത്തോലി സ്വദേശിനി അഡ്വക്കേറ്റ് ജിസ്മോൾ, മക്കളായ നേഹ, പൊന്നു എന്നിവരാണ് മരിച്ചത്. പുഴയിൽ ചാടിയ ഇവരെ നാട്ടുകാർ കരക്കെത്തിച്ച് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജിസ്മോൾ മുത്തോലി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ്. കാസർഗോഡ് ബേഡകത്ത് തമിഴ്നാട് സ്വദേശി കടയ്ക്കുള്ളിലിട്ട് തീ കൊളുത്തിയ യുവതി മരിച്ചു. മണ്ണടുക്കം സ്വദേശി രമിത മരിച്ചത് മംഗളൂരുവിൽ ചികിത്സയിലിരിക്കെ. രമിതയെ ചിന്നപ്പട്ടണം സ്വദേശി രാമാമൃതം തീ കൊളുത്തിയത് ഈ മാസം 8-ന്. ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ ലഹരി ഉപയോഗിച്ച സഹനടനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതായി ചലച്ചിത്ര താരം വിൻസി അലോഷ്യസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച 12 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലൂടെയാണ് വെളിപ്പെടുത്തൽ. ചിത്രീകരണ വേളയിൽ പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ചിത്രത്തിന്റെ സംവിധായകനടക്കമുള്ളവർ ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചിത്രം പൂർത്തിയാക്കിയത് എന്നും വീഡിയോയിൽ പറയുന്നു. കണ്ണൂർ CPIM-ന് ഇനി പുതിയ മുഖം. CPIM ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷ്. ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് രാഗേഷ്. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ പ്രതിയായ മാസപ്പടി കേസിൽ കുരുക്കുമുറുകുന്നു. കേസിൽ SFIO അന്വേഷണത്തിലെ കുറ്റപത്രത്തിന്റെ പകർപ്പ് EDക്ക് കൈമാറും. ED നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ തീരുമാനം. കുറ്റപത്രം കോടതി പരിശോധിച്ച് അംഗീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ED അപേക്ഷ നൽകിയത്. മുതലപ്പൊഴി ഹാർബറിൽ മണൽ മൂടിയ സംഭവത്തിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ. CITUവിന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു. ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കം. സംയുക്ത സമര സമിതിയുമായി മന്ത്രി സജി ചെറിയാൻ ചർച്ച നടത്തും. സമരം ശക്തമാക്കി മുന്നോട്ടു പോകാൻ ആശാ വർക്കർമാർ. രാപ്പകൽ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും തുടരുമെന്ന് സമരസമിതി. ഓണറേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ഈ മാസം 21-ന് ആദരം അർപ്പിക്കും. സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം ആരംഭിച്ച് 65-ാം ദിവസം പിന്നിടും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ചിട്ടും CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കാതെ സർക്കാർ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ ശേഷിക്കുന്നത് വെറും 4 ദിവസങ്ങൾ മാത്രം. അവസാന ദിവസമെങ്കിലും സർക്കാർ കനിയുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30% താഴെ പേരെ മാത്രമാണ് നിയമിച്ചത്. പകുതി പേരെയെങ്കിലും നിയമിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. സംസ്ഥാനത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കന്യാകുമാരി തീരത്ത് രാത്രി 11:30 വരെ 1.0 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാവാൻ സാധ്യത. മേഖലയിൽ നിന്ന് മാറി താമസിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശം.
ഷിക്കോപ്പൂർ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് റോബർട്ട് വാദ്ര ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ചോദ്യം ചെയ്യൽ. ലണ്ടനിലെ ഭൂമി ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയെന്നാണ് ആരോപണം. മുൻപ് 11 തവണ ഇഡി വാദ്രയെ ചോദ്യം ചെയ്തിരുന്നു. രാഷ്ട്രീയ പകപോക്കലെന്ന് വാദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുനമ്പം ഭൂമി വിഷയത്തിൽ തെറ്റായ പ്രചരണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വഖഫ് നിയമം മുസ്ലിങ്ങൾക്കെതിരല്ല, നിയമ ഭേദഗതിയിലൂടെ വർഷങ്ങളായി നിലനിൽക്കുന്ന തെറ്റ് തിരുത്തുകയാണ് സർക്കാർ. മുസ്ലിങ്ങൾക്കെതിരെയാണെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. ഒരു വിഭാഗത്തെയും ലക്ഷ്യമിട്ടല്ല നിയമമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഗവർണർ തടഞ്ഞുവെച്ച ബില്ലുകൾ സുപ്രീം കോടതി നിയമമാക്കിയതിന് പിന്നാലെ നിർണായക നടപടിയുമായി തമിഴ്നാട് സർക്കാർ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും സംസ്ഥാനത്തിന്റെ സ്വയംഭരണാവകാശവും നിർവചിക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഉന്നതതല സമിതിയെ നിയമിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജി കുര്യൻ ജോസഫ് അധ്യക്ഷനായി 3-അംഗ സമിതിയെയാണ് നിയമിച്ചത്. ഡൽഹി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഓപ്പൺ ലേണിംഗ് വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ആർട്സ് ഫാക്കൽറ്റികൾ ക്ലാസുകൾ പുനരാരംഭിക്കണമെന്നും പരീക്ഷകൾ മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സിലബസ് പൂർത്തിയാകാതെ തന്നെ BA പ്രോഗ്രാം ക്ലാസുകൾ പെട്ടെന്ന് അവസാനിച്ചെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ജോയിന്റ് എൻട്രൻസ് എക്സാമിന്റെ ചോദ്യപേപ്പറുകളിൽ തെറ്റുകളുണ്ടെന്ന് ആരോപണം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോച്ചിംഗ് സെന്ററുകളുമാണ് തെറ്റുകൾ ആരോപിച്ച് രംഗത്തെത്തിയത്. ഉത്തരസൂചികകൾ പുറത്തിറങ്ങിയതിനു ശേഷം വിദ്യാർത്ഥികൾ എക്സിലൂടെ അതൃപ്തി പ്രകടിപ്പിച്ചു. പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപണങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വായ്പാ തട്ടിപ്പ് കേസിൽ പിടിയിലായ മെഹുൽ ചോക്സിയെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഇന്ത്യ. ED, CBI ഉദ്യോഗസ്ഥർ അടങ്ങുന്ന 6-അംഗ സംഘം ബെൽജിയത്തിലേക്ക്. ജാമ്യം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങി ചോക്സി അർബുദബാധിതനാണെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ നൽകും. ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള ബന്ധു ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. മുഴുവൻ രോഗികളെയും സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യം തീപിടിച്ച നിലയിൽ 40ഓളം രോഗികളാണ് ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ലെന്ന് പ്രാഥമിക നിഗമനം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തി. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ സംഘർഷം ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം നൽകി കേന്ദ്രം. അതേസമയം ബാങ്കറിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർ കടകൾക്കും വാഹനങ്ങൾക്കും നേരെ ആക്രമണം നടത്തി. സംഘർഷവുമായി ബന്ധപ്പെട്ട് 200-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു. പ്രശസ്ത ബംഗ്ലാദേശി മോഡലും മുൻ മിസ് എർത്ത് ബംഗ്ലാദേശ് ജേതാവുമായ മേഘ്ന ആലം അറസ്റ്റിൽ. രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധത്തിന് ഭീഷണി ഉയർത്തിയെന്നാരോപിച്ചാണ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പ്രകാരമാണ് പോലീസ് നടപടി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ച്, പ്രത്യേകിച്ച് സൗദി അറേബ്യൻ നയതന്ത്രജ്ഞനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് മേഘ്നയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയുമായുള്ള NIA-യുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ലഷ്കർ ഇ തൊയ്ബയുമായും ഡേവിഡ് ഹെഡ്ലിയുമായും ഉള്ള റാണയുടെ ബന്ധത്തെക്കുറിച്ച് NIA അന്വേഷിക്കുന്നു. ദുബായിൽ എത്തിയ റാണ കണ്ട വ്യക്തിക്ക് ഡി കമ്പനിയുമായി ബന്ധമുള്ളതായി സംശയം. ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കും അന്വേഷിക്കും. ഡൽഹിയിൽ യുവതിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ച വൈകുന്നേരം GTB എൻക്ലേവ് പ്രദേശത്താണ് 20 വയസ്സ് തോന്നിക്കുന്ന യുവതിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേറ്റു. സുരാൻകോട്ടയിലെ ലസാന ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സൈന്യം തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. കുടിയേറ്റ നിയമങ്ങളിൽ സർക്കാരിന് വഴങ്ങാത്ത സർവകലാശാലകൾക്കെതിരെ ട്രംപ് ഭരണകൂടം നടപടി കടുപ്പിച്ചു. ക്യാമ്പസിലെ ജൂതവിരുദ്ധത തടയാൻ നടപടി എടുക്കാത്ത ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കെതിരെ സർക്കാർ നടപടിയെടുക്കും.
യൂണിവേഴ്സിറ്റിക്കുള്ള $22 ലക്ഷം സർക്കാർ സഹായം മരവിപ്പിച്ചു. $60 ദശലക്ഷം കരാറുകളും നിർത്തി. സർക്കാർ നിർദ്ദേശം യൂണിവേഴ്സിറ്റി തള്ളിയതിനെ തുടർന്നാണ് നടപടി. മെക്സിക്കോ അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റത്തിന് കടിഞ്ഞാണിടാനുള്ള നടപടിയുമായി അമേരിക്ക. മെക്സിക്കോ അതിർത്തിയിലെ ഭൂമി ഏറ്റെടുത്ത് സൈനിക കേന്ദ്രമാക്കാനുള്ള നീക്കം തുടങ്ങി US. അമേരിക്കൻ പ്രതിരോധ വകുപ്പിനായിരിക്കും മേഖലയുടെ നിയന്ത്രണ ചുമതല. ആഭ്യന്തര നിയമനിർവഹണത്തിന് സൈന്യത്തെ ഉപയോഗിക്കുന്നത് ഫെഡറൽ നിയമത്തിൽ വിലക്കുണ്ട്. ഇത് മറികടക്കാൻ കൂടിയാണ് അതിർത്തിയിൽ സൈനിക കേന്ദ്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന. അമേരിക്കയും ചൈനയും തമ്മിലുള്ള പകരച്ചുങ്ക യുദ്ധം മുറുകുന്നു. അമേരിക്കയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് ചൈന കടന്നു. ബോയിംഗ് വിമാനങ്ങളുടെ വാങ്ങൽ നിർത്തൽ ചൈനീസ് വിമാന കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. യന്ത്രഭാഗങ്ങളുടെ വാങ്ങൽ നിർത്താനും നിർദ്ദേശം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 145% വരെ ചുങ്കം ഏർപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ചൈനയുടെ നടപടി. യുദ്ധക്കെടുതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രാജ്യത്തേക്ക് ക്ഷണിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. പുടിൻ എന്താണ് ചെയ്തതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ക്ഷണം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് സന്ദർശിക്കണമെന്നാണ് ആവശ്യം. അടുത്ത വർഷം അവസാനത്തോടെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് ചൊവ്വയിലെത്തുമെന്ന് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക്. മസ്കിന്റെ തന്നെ മറ്റൊരു കമ്പനിയായ ടെസ്ല വികസിപ്പിച്ച ഒപ്റ്റിമസ് റോബോട്ടുകളും സ്റ്റാർഷിപ്പിൽ പോകും. ഹ്യൂമനോയിഡ് ഗണത്തിലുള്ള റോബോട്ടുകളാണ് ഒപ്റ്റിമസ്. ഫ്ലോറിഡയിലെ ബോക്കാ റാറ്റണയിൽ ചെറുവിമാനം ഇടിച്ചുകയറി അപകടത്തിൽ 3 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മരിച്ചവരെ അധികൃതർ തിരിച്ചറിഞ്ഞു. അർദ്ധരാത്രി ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ വടക്കൻ ഗാസയിലെ അൽ അഹ്ലി ആശുപത്രിക്കു നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി. ആശുപത്രിയുടെ എമർജൻസി വാർഡ്, ഫാർമസി, അടുത്ത കെട്ടിടങ്ങൾ എന്നിവ തകർന്നെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മുന്നറിയിപ്പ് ലഭിച്ചതോടെ രാത്രി തന്നെ 100 കണക്കിന് രോഗികളെ ഒഴിപ്പിച്ചു. കുവൈത്തിൽ റോഡ് ഗതാഗതത്തെ പ്രതികൂലമായി ബാധിച്ച് പൊടിക്കാറ്റ് ശക്തമായി വീശാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസ് നടത്താൻ നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രാലയം. ദുബായിൽ വെള്ളപ്പൊക്കം തടയാൻ വിപുലമായ ഓവുചാൽ സംവിധാനം നിർമ്മിക്കുന്നു. പദ്ധതിക്ക് ദുബായ് മുനിസിപ്പാലിറ്റി 143 കോടി ദിർഹമിന്റെ കരാർ നൽകി. ഭാവിയിലേക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കാനുള്ള UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. എമിറേറ്റിൽ റോഡ് അപകട മരണങ്ങളിൽ വലിയ തോതിൽ കുറവ് സംഭവിച്ചതായി കണക്കുകൾ. കഴിഞ്ഞ 18 വർഷത്തിനിടെ റോഡ് അപകട മരണങ്ങൾ രേഖപ്പെടുത്തിയത് 90% കുറവ്. കണക്കുകൾ പുറത്തുവിട്ടത് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയും ദുബായ് പോലീസും ചേർന്ന് നടത്തിയ യോഗത്തിൽ. രാജ്യത്തെ ഓഫ്ലൈനേഴ്സിന്റെ കണക്ക് പുറത്തുവിട്ട് ജർമ്മനി. ഒരിക്കൽ പോലും ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടില്ലാത്ത ഏകദേശം 3 ദശലക്ഷം പേർ ജർമ്മനിയിലുണ്ടെന്ന് കണക്കുകൾ. ജർമ്മൻ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 65-നും 74-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തവരുടെ എണ്ണം കൂടുതലെന്നും കണക്കുകൾ. മസ്കറ്റ് 29ാമത് എഡിഷൻ മസ്കറ്റ് രാജ്യാന്തര പുസ്തകമേളയ്ക്ക് ഏപ്രിൽ 23-ന് തുടക്കമാവും. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലാണ് പുസ്തകമേള. അക്ഷരോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതാണെന്ന് സംഘാടകർ. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് മേളയുടെ സമയം. സാഹിത്യം, ശാസ്ത്രം, സാംസ്കാരികം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ വായനക്കാർ, ഗവേഷകർ, അക്കാദമിക വിദഗ്ധർ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി നിരവധി സെഷനുകൾ മേളയിൽ ഉണ്ടാകും. 23-ന് ആരംഭിക്കുന്ന പുസ്തകമേള മെയ് 3-ന് സമാപിക്കും. ഷാർജയിൽ കെട്ടിടത്തിന് തീ പിടിച്ചത് കണ്ട ദൃക്സാക്ഷി മരിച്ചു. പാകിസ്ഥാൻ സ്വദേശിയ 40-കാരനാണ് മരിച്ചത്. അൽ നഹ്ദയിലുണ്ടായ തീപിടുത്തത്തിൽ നേരത്തെ 4 പേർ മരിച്ചിരുന്നു. 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി.
കൊല്ലത്ത് 1 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ഉദയമാർത്താണ്ഡം സ്വദേശി അഭിലാഷിനെയാണ് ഡാൻസ് ഓഫ് സംഘവും പോലീസും ചേർന്ന് പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സിഗരറ്റ് തട്ടിക്കളഞ്ഞ പോലീസുകാർക്ക് 19-കാരന്റെ മർദ്ദനം. പോലീസുകാരായ രതീഷ്, CPO വിഷ്ണു എന്നിവരെയാണ് ആക്രമിച്ചത്. കുളത്തൂർ മൺവിള സ്വദേശി റയാൻ ബ്രൂണോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ നിയമവിരുദ്ധ യാത്ര നടത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 7-ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലും മാട്ടുപ്പെട്ടി റോഡിലുമാണ് നിയമലംഘനങ്ങൾ ഏറെയും. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു. കാസർഗോഡിന്റെ മലയോര മേഖലയിൽ പെയ്ത വേനൽ മഴയിൽ വ്യാപക നാശനഷ്ടം. പാണത്തൂർ കല്ലപ്പള്ളിയിലുണ്ടായ ശക്തമായ കാറ്റിൽ ഒരാളുടെ വീട് തകർന്നു. തൊടമന ജവഹർലാലിന്റെ വീടിന് മുകളിലാണ് മരം വീണ നാശനഷ്ടമുണ്ടായത്. പാലാവയൽ, ഓടക്കൊല്ലി, മാലങ്കടവ്, തയ്യേനി മേഖലയിൽ വ്യാപകമായി കൃഷിനാശം സംഭവിച്ചു. വെള്ളരിക്കുണ്ട്, ഹൊസ്ദൂർ താലൂക്ക് പരിധിയിൽ 34 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാറിന് തീ പിടിച്ചു. പെരിവരയ്ക്കും കന്നിമലയ്ക്കുമിടയിലാണ് സഞ്ചാരികൾ സഞ്ചരിച്ച കാറിന് തീ പിടിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും പെട്ടെന്ന് തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത് കാരണം വൻ അപകടം ഒഴിവായി. മൂന്നാറിലെ അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. തൃശൂർ പറപ്പൂർ സെന്ററിൽ ബൈക്കും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പറപ്പൂർ സ്വദേശി രവിജിത്താണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിരിക്കെയാണ് മരണം. അശ്രദ്ധമായി റോഡ് മുറിച്ചു കടന്ന രവിജിത്തിന്റെ ബൈക്കിൽ ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ട്രാവലർ ഇടിക്കുകയായിരുന്നു. കോഴിക്കോട് കൊട്ടപ്പുറത്ത് ചായപാത്രം കൊണ്ടുള്ള സഹോദരന്റെ മർദ്ദനത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റയാൾ മരിച്ചു. കൊട്ടപ്പുറം ഉണ്ണിയത്തുപറമ്പ് സ്വദേശി TP ഫൈസലാണ് മരിച്ചത്. ഫൈസലിനെ ഏപ്രിൽ 12 രാവിലെ വീട്ടിൽ വെച്ച് സഹോദരൻ ഷാജഹാൻ ചായപാത്രം കൊണ്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. ഷാജഹാനെ പോലീസ് കൊലപാതക കുറ്റത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. തൃശൂർ ചാലിശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. കൂറ്റനാട് അഖിലാണം സ്വദേശി മഹേഷിനാണ് പരിക്കേറ്റത്. ചാലിശ്ശേരി കുന്നത്തേരിയിലാണ് അപകടം നടന്നത്. മഹേഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അതിവേഗ വാർത്ത അവസാനിച്ചു.